സൺഡേ ആയിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എന്തൊക്കെ കഴിച്ചേ നോക്കിയാലോ. അകപ്പാടെ സൺഡേ മാത്രമേ ലീവ് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം ലേറ്റ് ആവാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. ചെന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തിരിച്ചു കൊണ്ടുപോകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നത് ഇന്ന് ദോശയും ചമ്മന്തി സാമ്പാറും ആയിരുന്നു. സൺഡേ സ്പെഷ്യലായിട്ട് കേസരി ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാൻ ചെന്നപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റൂമിൽ കൊണ്ടുവന്ന് ചമ്മന്തിപ്പൊടിയൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചിൽ ഇന്ന് നമ്മുടെ മെസ്സിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മെസ്സിൽ ഒടുക്കത്തെ തിരക്കുണ്ടായിരുന്നു. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമുക്ക് ചിക്കൻ ബിരിയാണി കൈ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റൂമിൽ പോയി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതും കൂട്ടി അങ്ങ് ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയൊക്കെ എണീറ്റ് നേരെ ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10ന്റെ മറ്റേ സോഡ നാരങ്ങയാണ്, അത് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചീസ് മാഗി കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ചീസ് മാഗിയൊക്കെ. പിന്നെ നേരെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഉടനെ തന്നെ ഇടാട്ടോ. പിന്നെ ഔട്ടിങ് പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് പുളിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി ഞാൻ റൂമിൽ വന്ന് ഉപ്പും മുളകും എണ്ണയൊക്കെ കൂട്ടി കഴിച്ചു. ഇതൊക്കെ പണ്ട് ഞാൻ കഴിക്കുമായിരുന്നു, അങ്ങനെ അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ രാത്രി എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു കേക്കിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയല്ല എൻ്റെ കുട്ടി വാട്ടയിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.